ശബരിമലയിലെ എല്ലാ കേസുകളിൽ നിന്ന് തന്നെ അയ്യപ്പൻ കാക്കുമെന്നാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. റിമാൻഡ് ദീർഘിപ്പിക്കാനായി ഇന്നലെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു പത്മകുമാറിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. എല്ലാവരും കേട്ടതുമാണ്. പത്മകുമാറിനെ ബലിയാടാക്കുന്നുവോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു അയ്യപ്പൻ കാക്കും എന്ന് പത്മകുമാർ മാസായി മറുപടി പറഞ്ഞത്. മുൻ മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് ശവന്തീനികളല്ല എന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി. ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ല എന്നും പത്മകുമാർ ഉത്തരം നൽകിയിരുന്നു. മറുവശത്ത് SITയുടെ ചോദ്യത്തിന് മുന്നിൽ പതറിയ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. വല്ലാത്ത അഗ്നിപരീക്ഷണത്തിലാണ് ഇപ്പോൾ CPM. അതുകൊണ്ട് തന്നെ AKG സെന്ററിൽ തുടർ ചർച്ചകൾ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഇട്ടിട്ടുണ്ട്. AKG സെന്ററിൽ ഒത്തുകൂടി ഇപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ പാർട്ടി അടപടലം വെട്ടിലായിരിക്കുന്നു. CPM വല്ലാതെ ഭയക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. പത്മകുമാറിനെയും വാസുവിനെയും മാത്രമല്ല PS പ്രശാന്തിനെയും ഇക്കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്തിരുന്നു. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് സമാനമായ കാരണങ്ങളാണ് ഇപ്പോൾ പ്രശാന്തിനെതിരെയും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച SIT ഒരു രഹസ്യ കേന്ദ്രത്തിൽ വച്ചാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് പോകുന്നതിന് തൊട്ടു മുൻപ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിരുന്നു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഉന്നത നേതാക്കളെ മാറ്റി നിർത്തി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന കാര്യം അവരെ അറിയിച്ചു. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിയിലേക്ക് വരുന്നു എന്ന ഭയം മൂലമാണ് എന്നത് വ്യക്തം. ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളി സുരേന്ദ്രനെതിരെയും നടപടി സ്വീകരിക്കേണ്ടി വരും. ഇതാ വല്ലാത്ത പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ ആഴ്ത്തും. എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ സംശയനിഴലിൽ നിന്ന് അന്വേഷണ പരിധിയിലേക്ക് കടന്നു വന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് SIT സംശയിക്കുന്നു. അതിനുവേണ്ട നിരവധി തെളിവുകൾ അവർക്ക് മുന്നിലെത്തി. ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം നേരത്തെ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പുറത്തുവിട്ടിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഴക്കൂട്ടത്തെ നിരവധി തവണ എത്തിയിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. കടകംപള്ളി കഴക്കൂട്ടത്ത് എത്തിയിരുന്നു. കഴക്കൂട്ടത്ത് ഒരു വീട് സ്പോൺസർ ചെയ്യുന്ന കാര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാം എന്ന് കടകംപള്ളി അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചു. എന്നാൽ അയ്യപ്പനെതിരെ താൻ ഒന്നും ചെയ്യില്ല എന്നും തന്നെ കള്ള എന്ന് വിളിക്കരുത് എന്നും പറഞ്ഞ് വൈകാരികമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ കടകംപള്ളി പ്രതികരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു സ്പോൺസർ എന്ന നിലയിൽ തനിക്കറിയാം എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചു. ശബരിമല ഭക്തൻ എന്ന നിലയിലും സംഭാവനകൾ നൽകിയ വ്യക്തി എന്ന നിലയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട്. എന്നാൽ വ്യക്തിപരമായ മറ്റു ബന്ധങ്ങളോ ഭൂമി ഇടപാടുകളോ തങ്ങൾക്കിടയിൽ ഇല്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞത്. സ്വർണം പൂശൽ തീരുമാനങ്ങളൊക്കെ ബോർഡിൻ്റെതാണ്. വകുപ്പിന് ഒരറിവും ഇത് സംബന്ധിച്ചില്ല എന്ന് കടകംപള്ളി പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്കെതിരെ ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങളും കടകംപള്ളി സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞു. സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയും സർക്കാരിന് മുന്നിൽ എത്തിയില്ല. സ്വർണം പൂശാനുള്ള ഒരു ഫയൽ നീക്കവും വകുപ്പ് നടത്തിയിട്ടില്ല എന്ന് കടകംപള്ളി പറയുന്നു. സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ വലിയ മാനസിക വിഷമമുണ്ട് എന്ന് കടകംപള്ളി പറയുന്നുണ്ട്. ഒരറിവും പങ്കുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം തന്നെ വ്യക്തത വരുത്തണമെന്നും കടകംപള്ളി പറയുന്നു. എന്നാൽ മൊഴികൾ പരിശോധിച്ചതിന് ശേഷം വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് SIT സൂചിപ്പിക്കുന്നു. കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്ന് വ്യക്തം. കടകംപള്ളിയെ ഇനിയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയ എന്നാൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ. വാസുവിനെയും പത്മകുമാറിന്റെ മൊഴികൾ ഇപ്പോൾ അന്വേഷണ സംഘം വീണ്ടും പരിശോധിക്കുന്നു. പത്മകുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ദ്രുതഗതിയിൽ നടത്തുന്നു. പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനുമെതിരെ കൃത്യമായ മൊഴി നൽകും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘം ഇടപെട്ടിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉറപ്പിക്കുന്നതായിരുന്നു. ഡി മണിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയ ആദ്യ വിവരങ്ങൾ. തുടർന്ന്
ഡി മണിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നലെ ഡി മണിയും സംഘവും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. തുടർച്ചയായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. വിദേശ വ്യവസായി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നാണ് ഡി മണി പറയുന്നത്. ഡി മണിക്കൊപ്പമുള്ള സഹായി ബാലമുരുകനും ഇത് ആവർത്തിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരിടപാടുകളും നടത്തിയിട്ടില്ല. ജീവിതത്തിൽ 2 തവണ മാത്രമാണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ഡി മണിയുടെ സാമ്പത്തിക വളർച്ച അതാരെയും അത്ഭുതപ്പെടുത്തുന്നു എന്നതാണ്. ഡി മണിക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അയാൾ ആവർത്തിക്കുന്നു. ഒരു വശത്ത് ഡി മണി ചോദ്യം ചെയ്യപ്പെടുന്നു, മറുവശത്ത് റിമാൻഡിലുള്ള മിക്ക പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം തുടർമൊഴികൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളുടെ മൊഴികൾ പരാമർശിക്കപ്പെട്ടവരിൽ നിന്ന് വിശദീകരണം തേടാത്തത് നേരത്തെ ഹൈക്കോടതിയെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി SIT ചോദ്യം ചെയ്തത്. സർക്കാരിനെ ഏൽക്കുന്ന പരിക്ക് അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ വല്ലാതെ ബാധിക്കുമെന്ന ഭയം പാർട്ടിക്കുണ്ട്. ഹൈക്കോടതി ഇനിയും രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയാൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചാൽ, ഒരുപക്ഷെ CBI അന്വേഷണം ഹൈക്കോടതി തന്നെ ആവശ്യപ്പെട്ടാൽ പരിങ്ങലാവുക CPM തന്നെ. എന്നാൽ പ്രതികളുടെ വെളിപ്പെടുത്തലുകളും കടകംപള്ളിയുടെ മൊഴിയും ഒത്തുനോക്കി ഹൈക്കോടതിയിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കടകംപള്ളിക്കുമേൽ വീണ്ടും സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചാൽ അത് ഏറെ അപകടം വരുത്തിവെക്കും. കടകംപള്ളിയെ ചോദ്യം ചെയ്യാതെ ഒഴിവാക്കിയാൽ അതിൽ മതിയായ കാരണം കോടതിക്ക് മുന്നിൽ നിരത്തേണ്ടതുണ്ട്. അതത്ര എളുപ്പമല്ല എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി അറിയാം. തെളിവുകളില്ലാതെ ഒഴിവാക്കിയാൽ അന്വേഷണ സംഘത്തിന് വീണ്ടും വിമർശനം കേൾക്കേണ്ടി വരും. ഇനിയും ഒരു വിമർശനം ആയിരിക്കില്ല ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നേരെ ചൊരിയുക, മറിച്ച് ഈ കേസ് നേരെ CBIക്ക് കൈമാറൽ എന്ന ഒരൊറ്റ വഴിയായിരിക്കും. കടകംപള്ളി ഒരു പരിധിവരെ സുരക്ഷിതനാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നു. എന്നാൽ PS പ്രശാന്തിനെ രക്ഷപ്പെടുത്തുക ഒട്ടും എളുപ്പമല്ല. എല്ലാം ചട്ടപ്രകാരമാണ് എന്ന് പ്രശാന്ത് അവകാശപ്പെടുമ്പോഴും 2025 ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അത് വല്ലാത്തതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആനുകൂല്യം നൽകിയ ഭരണസമിതിയുടെ നടപടികൾ സാധൂകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സംശയകരമായ പല ഇടപാടുകളും 2025 നടന്നിരിക്കുന്നു. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഒരു ക്ലീൻ ചീറ്റ് നൽകാൻ അന്വേഷണ സംഘം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ തുല്യമാണ് പ്രശാന്തിന്റെ നടപടികൾ എന്നും പ്രശാന്തിന്റെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നും അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമായി കരുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം മുന്നിൽ, അതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തലത്തിൽ സംശയമുള്ളവർ ഉണ്ട് എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചാൽ അത് LDFന് കടുത്ത പരീക്ഷണമായി മാറും. കോടതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ഇനി വിമർശനങ്ങൾ ഏറ്റാലും അതത്ര ഭദ്രമായിരിക്കില്ല.